ഫുള്ള് വണ്ടികളാട്ടോ. ഇത് നമ്മുടെ വണ്ടിയുടെ GPRS ആണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മുടെ ലോഡ് തരുന്ന കമ്പനിയുടെ കാര്യങ്ങൾ, നമ്മുടെ വണ്ടി എങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ അവർക്ക് അറിയാനായിട്ട് നമുക്ക് തരുന്ന GPS ആണ് കേട്ടോ. ഇത് വെച്ചാലേ നമുക്ക് ലോഡ് കിട്ടുള്ളൂ. ഈ ലോഡ് ഇറക്കിയിട്ട് പിന്നെ നമ്മൾ അടുത്ത ലോഡ് കയറ്റാൻ ചെല്ലുമ്പോൾ ഇത് ചിലപ്പോൾ തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ആ ലോഡ് തന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് തന്നെ വെച്ചുകൊണ്ട് പിന്നെയും തിരിച്ചു പോരാം. ഡീസൽ അടിച്ചിട്ട് നമ്മൾ വണ്ടി എടുക്കും കേട്ടോ, അടുത്ത ലോഡും കയറ്റിയിട്ട്. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഈ റോഡിനുള്ള ലോഡാണ് കയറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റോഡിനുള്ള ലോഡാണ് കയറ്റിയിരിക്കുന്നത്. അവിടെ ഇത് കമ്പനിയിലേക്കുള്ള ലോഡാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ സൂറത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ പൾസാന റൂട്ടാണല്ലോ. പൾസാന വഴി വന്ന് നേരെ നവാപൂര് കയറി അങ്ങനെ ദുലിയ വന്ന് മലേഗാവ് അടിച്ച് നേരെ പോരാൻ വേണ്ടിയുള്ള പരിപാടി കേട്ടോ. മലേഗാവ്, പിന്നെ മൺമേടി, ശിരടി, നഗർ, അങ്ങനെ വന്ന് നേരെ നമ്മുടെ ഹോസ്പേട്ടൊക്കെ ചാടി പിന്നെ നമ്മുടെ ചിത്രദുർഗ, ബാംഗ്ലൂർ, സേലം, അങ്ങനെ വരാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടികൾ ഇഷ്ടം പോലെ ഇല്ല, ഇങ്ങനെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ 10-40 വണ്ടികൾ ലോഡായിട്ടുണ്ട്. എപ്പോഴും ലോഡിങ്ങാണ് അവിടുന്ന് കേട്ടോ, ആ കമ്പനി നമ്മുടെ വണ്ടികൾ. നമ്മൾ വന്ന് സോങ്ക എന്ന് പറഞ്ഞ സിറ്റിയിലൊക്കെ പോയി കറങ്ങി അടിച്ചിട്ട് വന്നു കേട്ടോ. ATM പൈസ എടുക്കാൻ വേണ്ടി പോയതാ. ഒന്നും പറയണ്ട മക്കളെ. വെളിയിൽ നിന്നൊരു വണ്ടി വന്ന് താഴോട്ട് വീണൊക്കെ നോക്കിയ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ വണ്ടിയായിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കട്ടോ, തുളിയാർ റൂട്ടിൽ പോന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു വിസിബിലിറ്റി, നല്ലൊരു കാഴ്ചയുള്ള ഏരിയ ഉണ്ടോ. നമ്മുടെ ഡാമും ഇതാണ് കേട്ടോ. നമ്മൾ ദുളിയായിന്ന് റൈറ്റ് തിരിയുന്ന ജംഗ്ഷനാണ് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ അവിടെ മലേഗാവ് റൂട്ട് വേണം കയറാൻ കേട്ടോ. സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു, സിഗ്നലൊന്നും ഇപ്പോൾ വർക്കല്ല. സുഹൃത്തുക്കളായ നമ്മളിപ്പോൾ അഹമ്മദ് നഗർ ബൈപ്പാസിലെത്തി കേട്ടോ. എൻ്റെ ഫോണൊന്ന് ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആയി. ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് ആകെപ്പാടെ പണി കിട്ടി കേട്ടോ. അതുകൊണ്ട് വന്ന വഴിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ലോഡ് ഫുള്ള് കയറ്റി അടുക്കി സെറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ലൂസായപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അഹമ്മദ് നഗർ ബൈപ്പാസിലാണുള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തി ഒരു കുളിയെല്ലാം കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ. അപ്പോൾ നമ്മൾ ഈ ദാവയിലാണ് വണ്ടി നിർത്തി കേട്ടോ. ഇത് അഹമ്മദ് നഗർ ബൈപ്പാസിലുള്ള ഫസ്റ്റ് ദാവയാണ് കേട്ടോ. ചെയ്യാൻ നേരത്തെ ഇവിടെ വന്ന് കടന്നിട്ടൊക്കെ ഉള്ള നല്ല ദാവയാണ്. ഇവിടെ ഞാൻ ഭക്ഷണം കഴിച്ചു. ഇത് അങ്ങേറ്റത്തൊക്കെ ഉണ്ട്, കുളിക്കാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയ പണി കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ഫോണ് നമ്മൾ നേരെ
അഹമ്മദനഗർ ബൈപ്പാസ് വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ആ ആ സോളാപ്പൂർ ലെഫ്റ്റ്, അഹമ്മദനഗർ ലെഫ്റ്റ്. നമുക്കിവിടെ താഴെ ഇറങ്ങി ലെഫ്റ്റ് ഇറങ്ങി പാലത്തിനടിയിൽ കൂടെ റൈറ്റ് തിരിഞ്ഞാണ് പോകാൻ. ആ അലൻ്റെ വണ്ടി പോകുന്നുണ്ടോ? അലൻ കേരളത്തിലേക്കുള്ള സവോളയും പിന്നെ അതുപോലെ മറ്റേ വെളുത്തുള്ളിയും ഒക്കെ ലോഡായിക്കൊണ്ട് പോകുന്ന വണ്ടികൾ. അപ്പോൾ നമ്മൾ കരുമല റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. കരുമല, ടിമ്പുരുണി, സോലാപ്പൂർ റോഡ്. അണ്ണന്മാരുടെ സങ്കേത കേന്ദ്രം കേട്ടോ. സങ്കേത കേന്ദ്രം. അണ്ണന്മാരെല്ലാം വണ്ടി കൊണ്ട് സ്റ്റേ ചെയ്യുന്ന ഏരിയ കേട്ടോ ഇവിടെ. ലെഫ്റ്റും റൈറ്റും ഹോട്ടലുകളാണ്. ഇവിടെ പഴയ ഹോട്ടലാണ് കേട്ടോ. നമ്മുടെ കമ്പനി വണ്ടിയാണ് ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ. ഡപ്പ വണ്ടി, ആർക്കെ ട്രെയിലർ സർവീസ്. എത്ര വണ്ടി ഉണ്ടെന്ന് അറിയാം. ഇത് ചുമ്മാ വണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിവിടെ നിന്ന് കൊണ്ട് നിർത്തി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ നിർത്തി കേട്ടോ. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള വണ്ടിയുണ്ട്. ആ വണ്ടിയുടെ ആർട്ട് ബ്ലൂ തീരാറായിരുന്നു. അപ്പം ഇവിടെ ടാറ്റയുടെ ഒരു ഷോറൂം ഉണ്ട്. അപ്പോൾ അവിടെ കയറ്റി ആർട്ട് ബ്ലൂ ഫുള്ള് ചെയ്തു. എന്നിട്ടിപ്പം വണ്ടി എടുത്തിന് വയ്യ പോകട്ടോ. അപ്പോൾ നമ്മൾ കരുമല റൂട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഗുഡ് ഈവനിങ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളിവിടെ ഒരു ധാബയിൽ കൊണ്ട് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പം ധാബയിൽ കൊണ്ട് നിർത്തി നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് രാവിലെ തന്നെ എടുക്കുള്ളൂ കേട്ടോ. റെസ്റ്റാണ് കുറച്ച് നേരത്തിന്. അപ്പോൾ നമ്മുടെ വണ്ടി കൂട്ടത്തിലുള്ള കമ്പനി വണ്ടി അപ്പം നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണം കേട്ടോ. രാജസ്ഥാൻ ധാബയിലാണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ. രാജസ്ഥാനി ധാബയിൽ നല്ല അടിപൊളി തണുപ്പാണ്. ഇപ്പം തന്നെ ഞങ്ങൾ തണുപ്പ് ആരംഭിച്ചു കേട്ടോ. രക്ഷയില്ലാത്ത തണുപ്പാണ്. എൻ്റെ ഫോൺ പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഫോൺ മെമ്മറി മൊത്തം ഏകദേശം ഫുള്ളായെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഫോണാകെപ്പാടെ സ്റ്റക്കായിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ലാസ്റ്റ് പുതിയ വേർഷൻ അപ്ഡേറ്റ് ചെയ്ത് കുറേ കഴിഞ്ഞിട്ടൊക്കെ പിന്നെ ഫോണൊന്ന് റെഡിയായി ലെവലായി കിട്ടിയത് കേട്ടോ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിത് കരുമല, ടിമ്പുരുണി കരുമല റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കമ്പനി വണ്ടി ഒരെണ്ണം കൊണ്ടുണ്ട് കൂടുതൽ. അപ്പോൾ നമ്മളിത് ബേലാണ് ലോഡ് കയറ്റിയിരിക്കുന്നത് കേട്ടോ. ബേല് ഈ എന്തോ മെറ്റീരിയലാണ്, ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ അതിങ്ങനെ ബണ്ടിൽ ആയിട്ട് അടുക്കി വെച്ചേക്കും കേട്ടോ നമ്മുടെ വണ്ടികളിലൊക്കെ. അപ്പോൾ ഇതുപോലത്തെ വണ്ടികൾ ഇഷ്ടം പോലെ നമ്മുടെ റൂട്ടിൽ പോകുന്ന കാണാം. എല്ലാം ആർക്കെ ട്രെയിലർ കമ്പനിയുടെ വണ്ടികളാണ് കേട്ടോ. ഈ റൂട്ടിലോടുന്ന ആൾക്കാർ കാണുമ്പോൾ അറിയാം ഈ വണ്ടി ഇഷ്ടംപോലെ പോകുന്ന കാണാം. നമ്മുടെ എല്ലാ അഹമ്മദാബാദ് നേരെ നമ്മുടെ ഈ റോഡ് സേലം, നാമക്കല്ല് ഇങ്ങനെയൊക്കെയുള്ള റോഡുകളിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ടിമ്പുരുണി റോഡിലാണ് ഉള്ളത് കേട്ടോ. ടിമ്പുരുണി എത്തിയിട്ടില്ല, കരുമല ടിമ്പുരുണി റോഡിലാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു ധാബയിൽ നിർത്തിയിട്ടേക്കാണ്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടേക്കും കേട്ടോ. നമ്മുടെ കമ്പനി വണ്ടിയാണ്. ട്രെയിൻ ബോഗിയുടെ ലോഡ് ഇറക്കിയിട്ട് ശേഷമുള്ള ലോഡാണ് കേട്ടോ. ഇതിൽ ബേലാണ് ലോഡ് കേട്ടോ. ബേല് അതായത് ഡ്രസ്സിൻ്റെയൊക്കെ മെറ്റീരിയൽ, നമ്മുടെ ക്ലോത്ത് മെറ്റീരിയൽ കേട്ടോ. തമിഴ്നാട് ഈ റോഡിലേക്കുള്ള ലോഡാണ് നമ്മൾ കയറ്റിയേക്കുന്നത് കേട്ടോ. നമ്മൾ ലോഡ് കയറ്റി വിനയൽ എന്ന് പറഞ്ഞൊരു കമ്പനി, എന്താണ് മറ്റേ നമ്മുടെ ബറൂച്ച് ആ റൂട്ടിൽ ആ ഭാഗത്തൊരു സ്ഥലത്ത് നിന്നാണ് ലോഡ് കയറ്റിയത് കേട്ടോ. നമ്മൾ ചെയ്സ് കൊണ്ടിരുന്ന ആളുണ്ടോ, ചെയ്സിൻ്റെ മേളിൽ ബോണറ്റിന് മേളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടോ.
ഇങ്ങനെയൊക്കെയാണ് ചേസ് ഉണ്ടോ ഓട്ടിരുന്നു കേട്ടോ. ഉണ്ടോ പാമ്പ് പിടിച്ചാൽ അങ്ങനെ ഉറങ്ങുന്നുണ്ടോ വീട്ടിൽ. ഐഷറാണ് കേട്ടോ, ഐഷർ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാനുള്ള പരിപാടി കേട്ടോ അവിടുന്ന്. അപ്പോൾ സുഹൃത്തുക്കളെ, ചെറിയൊരു പണി കിട്ടി. നമ്മുടെ ടയറിൻ്റെ ഇതുണ്ടോ, അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു ഇരുമ്പിൻ്റെ പീസ് അടിച്ച് കയറി കേട്ടോ. അപ്പോൾ അത് പഞ്ചറായില്ല, പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് അതുകൊണ്ട് അത് കുത്തിക്കളഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. കണ്ടത് കൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടായില്ല. അല്ലെങ്കിൽ പിന്നെ അത് കുറച്ചും കൂടെ മുന്നോട്ട് ഓടിക്കരുന്ന അടിച്ചകത്തോട്ട് കയറിപ്പോയി ടയർ പഞ്ചറായനെ കേട്ടോ. ഇൻഡോറിൽ നിന്ന് വെളുത്തുള്ളി കയറ്റിക്കൊണ്ട് വരുന്ന വരവാണ് കേട്ടോ. ഇൻഡോർ വെളുത്തുള്ളി എന്ന് തോന്നുന്നു അണ്ണന്മാരുടെ വണ്ടിയിൽ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ കർണാടകയിൽ വന്ന് കയറിയിരിക്കണം കേട്ടോ. ഓൾറെഡി ഇപ്പോൾ നമ്മൾ കർണാടകയിൽ നമ്മുടെ മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ നമ്മൾ കർണാടകയിൽ ചൽക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റിലയൻസിൻ്റെ പമ്പുണ്ട്, പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് വേണം പോകാൻ. സർവീസ് റോഡിൽ ഇറങ്ങി സൈഡിലാണ് പമ്പ് കേട്ടോ. വിജയാപുര നേരെ ബലോലി റൈറ്റ്. ഓ, ഇവിടെ ന്യായമായിട്ട് വണ്ടി ഉണ്ടല്ലോ. പമ്പിൽ കയറ്റി നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചു കേട്ടോ. ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചപ്പോൾ ഏകദേശം എത്ര 272 ലിറ്റർ ഡീസൽ കുടിച്ചു കേട്ടോ. 841 കിലോമീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് ഒരു 10 കിലോമീറ്റർ പോലും ആയില്ല കേട്ടോ. അതിന് മുമ്പ് ഡീസൽ ഉണ്ടോ തീർന്നും പറഞ്ഞുകൊണ്ട് മീറ്റർ കിടന്ന് ഇളകി കളിക്കുന്നുണ്ടോ. മീറ്റർ താഴ്ന്നു പോവും, പിന്നെയും പൊങ്ങി വരും, താഴ്ന്നു പോവും, പിന്നെയും പൊങ്ങി വരും. ഇത് തന്നെയാണ് പരിപാടി കേട്ടോ. ഇതിൻ്റെ മീറ്റർ ഭയങ്കരമായിട്ട് കംപ്ലൈൻ്റ് ആണ് ഈ വണ്ടിയുടെ. ഇപ്പോൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് പോകുന്നല്ലേ ഉള്ളൂ നമ്മൾ. ഇപ്പോൾ നമ്മൾ ഇതുകൂട്ടൊരു സാധനം മേടിക്കും കേട്ടോ, സ്റ്റീരിങ്ങിൽ ഇടാനായിട്ട്. 110 രൂപ ആയിട്ടുള്ളത് ഇതിന് കേട്ടോ. 110 രൂപ. നമ്മളവിടെയൊക്കെ ആണെങ്കിൽ 120, 140. നമ്മുടെ എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇവിടെ എന്തായാലും വില കുറവാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ഏകദേശം ഹോസ്പേട്ട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഹോസ്പേട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നെ 2 ആറ്റ കിട്ടി. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നോക്കി വേണം പോകാൻ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ചിത്രദുർഗ ബൈപ്പാസിൽ വന്ന് കയറി കേട്ടോ. ചിത്രദുർഗ ബൈപ്പാസിൽ കേട്ടോ. അങ്ങനെ കൃഷ്ണഗിരി 301, ഹിരിയൂർ 43. നമ്മുടെ പഴയ ലൈനിലോട്ട് വന്ന് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മുംബൈ ബാംഗ്ലൂർ ലൈനിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ലൈനിലേക്ക് വന്ന് കയറുന്നത് കേട്ടോ. കട്ടയ്ക്ക് പിടിച്ചേക്കുക കേട്ടോ. നമ്മുടെ കമ്പനി വണ്ടിയായിട്ട് കട്ടയ്ക്ക് പിടിച്ചേക്കുക. ബൈപ്പാസിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും ചവിട്ടി വിടുക കേട്ടോ വണ്ടി. ഇന്ന് രാത്രിക്ക് നമ്മൾ ഈറോഡ് പോയിട്ട് റീച്ച് ആവണം വണ്ടി. നാളെ ലോഡ് ഇറക്കണം.
അതാണ് നമ്മുടെ കണക്കൂട്ടൽ. खाएगा भैया. അങ്ങനെ നമ്മൾ സിറയ്ക്ക് അടുത്തെത്തണം. അടുത്ത് തുംകൂര് പിന്നെ ബാംഗ്ലൂര്. അങ്ങനെ നമ്മൾ നിലമംഗലം ടോൾ ഗേറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിലമംഗലം ടോൾ ഗേറ്റ്, അഗേറ്റോൾ. ബാംഗ്ലൂർ നൈസ് റോഡിൽ ഭയങ്കര വണ്ടി ശല്യമുണ്ടോ നമുക്ക്. ഇപ്പം എല്ലാ വണ്ടികളും ഈ റോഡ് വഴിയാണ് തോന്നുന്നു പോകുന്നുണ്ടോ. ഇഷ്ടം പോലെ വണ്ടികളാണ് പോകുന്നത്. ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ എപ്പോഴും. ബാംഗ്ലൂർ നൈസ് റോഡിൻ്റെ അവസ്ഥ നോക്കണേ. ഒരു മനുഷ്യരില്ലാണ്ട് കിടന്ന പഴയ റോഡാണ്. ഒരിക്കലും വണ്ടി കേടായിട്ട് ഈ റോഡ് ഓപ്പൺ ആയ സമയത്ത് ഇവിടെ ഞാൻ കിടന്നിട്ടുള്ള കേട്ടോ. ആ ഇറക്കത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അന്ന് ഈ കാണുന്ന ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്നുള്ളായിരുന്നു. കുറവങ്കരയുടെ ബിൽഡിങ്. കുറവങ്കര അതായത് ഈ ബാംഗ്ലൂർ നൈസ് റോഡ് പണിതുകൊണ്ടിരുന്ന സമയത്ത് ഓപ്പണായി ഏകദേശം ഒരു മാസം പോലും ആയില്ല. ആ സമയത്ത് ജോയിൻറ്റ് കട്ടായിട്ട് ഈ ഇറക്കത്തെ ഒരു പ്രാവശ്യം രാത്രി മൊത്തം കിടന്നതാണ്. രാത്രി 10 മണി തൊട്ട് നേരം വെളുക്കുന്നു 10, 11 മണി 12 മണി വരെ വണ്ടി നന്നാക്കി പോകുന്നോടം വരെ കിടന്നു. ഒരു ഓർമ്മയാണ് കേട്ടോ. ആ കാണുന്ന വണ്ടി കിടക്കുന്നുണ്ടോ അതേ സ്പോട്ടിൽ കിടന്നു. ആ അണ്ണൻ്റെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നുണ്ട് അതേ സ്പോട്ടിൽ കിടന്നു. അന്നും ആ കാണുന്ന ബോട്ടുണ്ടായിരുന്നു. ഇന്നും ഉണ്ട് ആ ബോട്ടിൽ, ആ പുലിയുടെ ബോട്ട്. ഇല്ല, ബൈക്കിന് 80 കിലോമീറ്റർ സ്പീഡ്, ലോറിക്ക് 80, കാറിന് 120. നമ്മൾ കാറിൻ്റെ ലൈനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. കാറിൻ്റെ ലൈനിൽ കൂടെ ഓടി നടക്കുകയുള്ളൂ ഈ റോട്ടിൽ. കാരണം ലോറിയുടെ ലൈൻ പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഓടിയെത്തില്ല. കണ്ടില്ലേ? കാറുകാർ വേണമെങ്കിൽ അപ്പുറത്തെ ട്രാക്കിലൊക്കെ പൊക്കോണം. അതൊക്കെ ഇവിടുത്തെ റൂൾസ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ബൈപ്പാസ് നൈസ് റോഡ് ടോള് തീരാറായി കേട്ടോ. ഫുൾ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഇലക്ട്രോണിക് സിറ്റിയുടെ അവിടുത്തെ സ്റ്റോപ്പിൻ്റെ അവിടെ എത്തി കേട്ടോ. കറക്റ്റ് നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ സിഗ്നൽ കണ്ടിട്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിവിടെ ഒരു ധാബയെ കൊണ്ട് നിർത്തിയേക്കാണ് കേട്ടോ. കൃഷ്ണഗിരി കഴിഞ്ഞില്ല, കൃഷ്ണഗിരിയുടെ തൊട്ട് പുറകിൽ ഒരു ധാബയെ കൊണ്ട് നിർത്തിയേക്കാണ്. ഇനിയിപ്പം ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങാമെന്നുള്ള പ്ലാനിലാണ്. റീഫർ വണ്ടിയാണ് കേട്ടോ. മെഡിസിനൊക്കെ കൊണ്ടുവന്ന ടൈപ്പ് വണ്ടിയാണ് തോന്നുന്നു കേട്ടോ. സപ്ലൈ ചെയിൻ അവന്മാർ പോവുക. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ ധാബയിലാണ് കിടന്നു കേട്ടോ. ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു രാത്രി തോന്നുന്നു കേട്ടോ. ഭയങ്കര സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുത്തിട്ട് പോവാണ്. അപ്പോൾ കൃഷ്ണഗിരി എത്തിയിട്ടില്ല. കൃഷ്ണഗിരിയുടെ തൊട്ട് പുറകിലുള്ള സ്ഥലത്താണല്ലോ കേട്ടോ ഉണ്ട് ധാബ. അപ്പോൾ
നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ട് ലോഡ് ഇറക്കി കേട്ടോ. ഈ പാലം പണിയുടെ സാധനത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഇറക്കിയത് കേട്ടോ. ഈ സ്ഥലത്ത് ട്രെയിനിൻ്റെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. ഈ പാലം പണിയെല്ലാം പൂർത്തിയായി, റോഡ് ഓപ്പണായി. അതൊക്കെ അത് നമ്മൾ ലോഡ് ഇറക്കിയത് ഈ സൈറ്റിലാണ്. ഇത് അതിൻ്റെ അകത്ത് നമ്മൾ സേലം സിറ്റി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ശങ്കഗിരി റോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ വിനായക മിഷൻ കോളേജ് ഹോസ്പിറ്റലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി 4 days റണ്ണിങ്ങിലാണ് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത് കേട്ടോ. 4 days റണ്ണിങ് കേട്ടോ. 4 ദിവസം ഫുള്ള് പകൽ മാത്രമുള്ള ഓടിയതാണ്. രാത്രി നമ്മൾ ഓടിക്കാറില്ല. രാവിലെ 6 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണി വരെ 8 മണി വരെ ഓടിക്കും. അങ്ങനെ നമ്മൾ പകൽ മാത്രമുള്ള ഓടിച്ചാണ് നമ്മളിപ്പോൾ ഏകദേശം എത്തിക്കുന്നത് കേട്ടോ. നമ്മൾ ഇറക്കേണ്ട കമ്പനി കൊണ്ട് വണ്ടി എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഊട് വഴി കൂടെ കയറി വന്നിട്ട് വേണം കമ്പനിയിലിട്ട് വരാൻ. അങ്ങേറ്റത്താണ് വണ്ടി കിടക്കുന്നത് കേട്ടോ. അവൻ്റെ അങ്ങേറ്റത്തോട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പുറംവശം മാത്രം നമ്മൾ എടുക്കുന്നത് കേട്ടോ. അവിടെ ഓട്ടോയുടെ അവിടെ ആണ്. എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ, ഇതൊരു കമ്പനിയാണ് കേട്ടോ. ഈ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു 1.5 കിലോമീറ്റർ നടന്നു പോയാലേ കടയുള്ളൂ കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്. ഇങ്ങേറ്റന്ന് നടന്ന് നമ്മൾ ഇങ്ങേറ്റത്തിട്ട് പോവാണ് കേട്ടോ. വന്നപ്പോൾ ചെറിയൊരു പണി കിട്ടി. നമ്മൾ കമ്പനിയിലോട്ടുള്ള വഴി മാറി വേറൊരു വഴിയിലോട്ട് കയറിപ്പോയി. എന്നിട്ട് അവിടെ നമ്മൾ റിവേഴ്സ് എടുക്കേണ്ടി വന്നു. ഒരു 1 കിലോമീറ്ററോളം. നമ്മളിതേ കമ്പനിയിലോട്ടുള്ള വഴിയാന്ന് പറഞ്ഞ് ഇതിലേ ഇറങ്ങിപ്പോയി കേട്ടോ. അങ്ങ് പോയിട്ട് അവിടുന്ന് പിന്നെ തിരിച്ച് റിവേഴ്സ് അടിച്ച് കയറി വന്നത്. നമ്മുടെ വണ്ടി ടയർ പിടിച്ച് കറങ്ങിയതാണ് കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ കയറ്റി ഇങ്ങനെ അടിച്ചിട്ടാണ് പിന്നെ കയറി പോകുന്നത് കേട്ടോ. വിനായകം പടം എന്താണ് വിവേകാനന്ദ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഉള്ള സ്ഥലത്താണ് നമ്മൾ ലോഡിറക്കാൻ വന്നിരിക്കുന്നത്. ഇത് അവിടെയാണ് കമ്പനി. അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അടിച്ച് വേണം വരാനായിട്ട്. ഞങ്ങൾ കമ്പനിയോട്ടുള്ള വഴി ഇതാന്ന് വിചാരിച്ചാണ് വണ്ടി അങ്ങനെ ഇറക്കിയത്. പക്ഷേ ആ വഴി എല്ലാവരും ഇറങ്ങിപ്പോകേണ്ടത്. പിന്നെ അടിച്ച് റിവേഴ്സ് അടിച്ച് പുറത്തിറക്കി അപ്പുറത്തെ റോട്ടിൽ കൂടെ ചാടിച്ചുകൊണ്ട് പോയി. പിന്നെ